ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സംഭാഷണത്തിന് വളരെ ചെറിയ ഒരു ആമുഖം അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. 1990-കളിൽ കേരളത്തിൻ്റെ പിൽക്കാല സാമൂഹിക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന രണ്ട് സുപ്രധാനമായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. 1990-കൾ എന്ന് പറയുന്നത് അത്ര വിദൂരമായ ഒരു ഭൂതകാലമല്ല, കേവലം 30 വർഷങ്ങൾക്ക് പുറകിലാണ്. അന്ന് ലോകത്ത് തന്നെ സംഭവിച്ച സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് വിപ്ലവങ്ങളും കേരളത്തിൽ സംഭവിച്ചത്. അതിലൊന്നാമത്തെ വിപ്ലവം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ വരവാണ്. നമുക്കറിയുന്നത് പോലെ പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ കേരളത്തിൽ പ്രചാരത്തിലെത്തുന്നത് ഏതാണ്ട് 1995 മുതലാണ്. 2000-ൽ എല്ലാ മലയാളികളും മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവുമൊക്കെ മൊബൈൽ ഫോണുമായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല. അതാണ് 1990-കളുടെ മധ്യത്തിൽ കേരളത്തിൽ സംഭവിച്ച സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വിപ്ലവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിപ്ലവത്തിൻ്റെ പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. ഏഷ്യാനെറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പിൽക്കാല സാമൂഹിക ചരിത്രത്തെയും സാംസ്കാരിക ചരിത്രത്തെയും ഒക്കെ സ്വാധീനിച്ച ഒരു വലിയ തുടക്കമായിരുന്നു. അത് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്കറിയാം, സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ എന്ന് പറയുന്നത് ലാഭകേന്ദ്രിതമായൊരു വ്യവസായമാണ്. എന്നാൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സംരംഭമായിരിക്കുമ്പോൾ പോലും അതൊരു ബദൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നു. അതൊരു ആൾട്ടർനേറ്റീവ് മീഡിയ ആയിരുന്നു. എന്തുകൊണ്ടാണ്? നമുക്കറിയുന്നത് പോലെ സർക്കാരിൻ്റെ ദൂരദർശൻ എന്ന സംവിധാനത്തിലൂടെ മാത്രം വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരുന്ന, സർക്കാർ ബുള്ളറ്റിനുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന നമ്മളെ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ പ്രതിബദ്ധതയോടുകൂടിയുള്ളൊരു സമൂഹമാക്കി മാറ്റുന്നതിൽ, നമ്മളെയൊക്കെ ഒരു പ്രേക്ഷക സമൂഹമാക്കി മാറ്റുന്നതിൽ, അതാണ് ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മളതുവരെ വായനക്കാരായിരുന്നു, നമ്മളതുവരെ ശ്രോതാക്കളായിരുന്നു. ഏഷ്യാനെറ്റ് നമ്മളെ ഒരു പ്രേക്ഷക സമൂഹമാക്കി പരിവർത്തിപ്പിച്ചു. അപ്പോൾ അതൊരു വലിയ തുടക്കമായിരുന്നു. ആ തുടക്കത്തിൻ്റെ നേതാവ് എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന വ്യക്തിയാണ് ഈ സംഭാഷണത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ശശികുമാർ സാറാണ്. യഥാർത്ഥത്തിൽ ശശികുമാർ സാറിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും സംഭാവന വേണ്ട വിധത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല, വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നൊരു ഖേദമുള്ളയാളാണ് ഞാൻ. പക്ഷേ ചരിത്രം ഒന്നും വിസ്മരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ ചരിത്രത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് വർത്തമാനകാല മാധ്യമ രംഗം നേരിടുന്ന വെല്ലുവിളികളും വർത്തമാനകാല മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ഈ സംഭാഷണം ഉപകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും ഈ സംഭാഷണത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ സന്തോഷം ശശികുമാർ സാർ. താങ്ക് യു. നോക്കൂ, ഈ 1990-കളിൽ മലയാളി ഒരു സ്വകാര്യ ചാനൽ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സാറ്റലൈറ്റ് വാടകയ്ക്ക് എടുത്ത് തുടങ്ങണം. യഥാർത്ഥത്തിൽ ഇന്ത്യയിലൊന്നും അന്നൊരു സാറ്റലൈറ്റ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു മലയാളി ഇരുന്ന് ഒരു സാറ്റലൈറ്റ് വാടകയ്ക്ക് എടുക്കാമെന്ന് ആലോചിക്കുന്നിടത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു ചാനൽ ആരംഭിക്കുന്നത്. എപ്പോഴാണ് ആ ഒരു മിറാക്കുലസ് ആയ മൊമെൻ്റ് ഉണ്ടാകുന്നത്? എപ്പോഴാണ്? 1980-കളുടെ മധ്യം, 1984, 85, 86 ആ കാലഘട്ടങ്ങളിൽ ഞാൻ പശ്ചിമ ഏഷ്യ, അതായത് ബഹ്റൈനിലായിരുന്നു, ഹിന്ദുവിൻ്റെ വെസ്റ്റ് ഏഷ്യ കോറസ്പോണ്ടൻ്റായിട്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അന്ന് ടെഡ് ടേണർ, CNN, ഇന്ന് CNN എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപകനായ ടെഡ് ടേണർ, അപ്പോഴാണ് തുടങ്ങുന്നത്. 84, 85 ആ കാലഘട്ടത്താണ് CNN ഒരു ലോഞ്ച് വരുന്നത്. അതിന് കാരണം ഈ പറഞ്ഞ രണ്ട് വിപ്ലവകരമായ സാങ്കേതിക വിപ്ലവം, ഒന്ന് മൊബൈൽ ഫോൺ, പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ അതിന് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് ടെക്നോളജി എന്ന് പറയും, DBS ടെക്നോളജി. അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ദൂരദർശനമൊക്കെ ആണെങ്കിൽ നമ്മൾ ലോവർ പവർ ട്രാൻസ്മിറ്റർ ടു ട്രാൻസ്മിറ്റർ, ഇതൊരു സാറ്റലൈറ്റ് അവിടെ നിൽക്കുന്നു. അതിൻ്റെ ഫുട് പ്രിൻറ്റിൽ നമ്മളൊരു ടോർച്ച് അടിച്ചാൽ അതിൻ്റെ ആ ടോർച്ചിൽ
പെടുന്ന ആ വെളിച്ചത്തിൻ്റെ ഉള്ളിലൊക്കെ ആ സിഗ്നൽ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇത് ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് ടെക്നോളജി. ആ ടെക്നോളജിയുടെ വരവോടുകൂടി കേന്ദ്രീകരിച്ച സ്റ്റേറ്റ് ഓൺ ടെലിവിഷൻ്റെ ആ ഒരു പ്രസക്തി കുറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായി. അപ്പോൾ CNN-ൻ്റെ ആ ഒരു മാതൃകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടത്. അത് ടെഡ് ടേണർ അറ്റ്ലാന്റ എന്ന് പറയുന്ന US മറ്റേ സ്റ്റേറ്റിൽ സാറ്റലൈറ്റ് ടെക്നോളജി വെച്ച് ഒരു ചാനൽ തുടങ്ങുന്നു CNN. അതിന്നൊരു ഗ്ലോബൽ ചാനലായി മാറിയിട്ടുണ്ട്. അതേസമയം അറ്റ്ലാന്റയിലെ എല്ലാ ടെലിഫോൺ പോസ്റ്റും എല്ലാ കേബിൾ മുഖാന്തരം കണക്ട് ചെയ്തിട്ട് ഒരു കേബിൾ നെറ്റ്വർക്കും തുടങ്ങുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ സാറ്റലൈറ്റ് കം ടേബിൾ TV നെറ്റ്വർക്ക്. നമ്മൾക്ക് അറിയാം കേരളത്തിലെ എല്ലാ എന്താ പറയുക ഇലക്ട്രിസിറ്റി പോൾസിൻ്റെയും റൈറ്റ്സ് നമ്മൾ വാങ്ങി അതിനൊരു ലീസിനുള്ള റൈറ്റ്സ്, എന്നിട്ട് അത് കേന്ദ്രീകരിച്ചിട്ടാണ് ഏഷ്യാനെറ്റ് നെറ്റ്വർക്കും തുടങ്ങുന്നു, ഈ ഒരു സാറ്റലൈറ്റും. പക്ഷെ അത് എളുപ്പമായിരുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് എന്താണ്, ഒന്നാമത് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു എടുത്തുചാട്ടമാണ്, ഒരു ക്വാണ്ടം ലീപ്പാണ്. വേണ്ടത്ര അതിനുള്ള എന്താ പറയുക ഫിനാൻഷ്യൽ പവറോ അതിനുള്ള അതൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. എന്നാലും യൗവനമായിരിക്കാം, ഇത് ചെയ്യാമെന്നുള്ളൊരു ധൈര്യം, പിന്നെ ആ തക്കതായൊരു ടീം ഒരുങ്ങി വരുന്നു. ഞാനന്ന് ഡൽഹിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ അപ്പോൾ തോന്നി എനിക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എൻ്റെ മനസ്സിൽ വരുന്നത്. ഈ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്നുള്ള പേര് വളരെ യുണീക്കായ ഒരു പേരാണ്. ഇപ്പോൾ കേരളത്തിലൊരു മാധ്യമം ആരംഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള പേരുകളാണ് സെലക്ട് ചെയ്യുക. പിന്നീട് വന്ന ടെലിവിഷൻ ചാനലുകളൊക്കെ ആ രീതിയിൽ മലയാളം പേരുകൾ സെലക്ട് ചെയ്തിട്ടുമുണ്ട്. ഞാൻ ഈ ഏഷ്യാനെറ്റ് എന്നുള്ള പേരിൻ്റെ ഒരു ഗുണഭോക്താവാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഈ നമ്മളെ സംബന്ധിച്ച് ഈ പ്രാദേശിക ചാനലുകൾക്കൊക്കെ അന്ന് ഈ നാഷണൽ ലീഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത് ആദ്യം ഹിന്ദിയാണ്, പിന്നെ ഇംഗ്ലീഷ് ചാനലാണ്. അപ്പം നമ്മൾ വിളിച്ചിട്ട് പറയുക കോളിംഗ് ഫ്രം ഏഷ്യാനെറ്റ് എന്നാണ് പറയുക. അപ്പം അപ്പുറത്തേക്കുന്നയാൾ ഇതൊരു എന്താ ഒരു ഇൻ്റർനാഷണൽ ചാനലാണ് എന്നുള്ള മട്ടിൽ വളരെ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് തരികയും അതിൻ്റെയൊക്കെ ഒരു ഗുണഭോക്താവായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത്. ആ പേര് വളരെ കൗതുകമുള്ളൊരു പേരാണ്. കാരണം മലയാളത്തിൽ ആദ്യമായിട്ടൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങുമ്പോൾ കൈരളി എന്നോ അല്ലെങ്കിൽ മലയാളി എന്നോ മലയാളം എന്നോ ഒക്കെ പറഞ്ഞിട്ട് പേരിടുന്നൊരു സമയത്ത് സാർ അങ്ങനെ ഒരു പേരിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഏഷ്യാനെറ്റ് എന്നുള്ളൊരു പേര് വരുന്നത്? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ബഹ്റൈനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. PTI പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അവിടെ ഒരു ടെലിവിഷൻ സ്റ്റുഡിയോ തുടങ്ങാനുള്ളൊരു ദൗത്യം ഏറ്റെടുത്തു. PTIയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി എന്നെ അവർ നിയമിച്ചു. അപ്പോൾ ഏഷ്യാനെറ്റിനുള്ള പേര് വെക്കാൻ കാരണം PTIക്ക് വേണ്ടി സങ്കല്പിച്ച ഒരു ഐഡിയ ആണത്. അന്ന് ഒരു നാഷണൽ ചാനലായിട്ട്, നാഷണൽ മാത്രമല്ല ഏഷ്യ PTIയുടെ ഒരു കവറേജ് വരുമ്പോൾ അപ്പോൾ PTI അത് പിന്താങ്ങും. PTIയുടെ ഒരു ലേബലിൽ ഞാനത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് PTI ബോർഡിൽ ഞാൻ പലതവണ ഇതിൻ്റെ പ്രസൻറ്റേഷൻസ് ഒക്കെ നടത്തി. പക്ഷേ അവർ അതിൽ വലിയ ഉത്സാഹം ഉണ്ടായിരുന്നു. ഒരു ബോർഡിൽ പലവർക്കും, ചിലവർക്ക് അത്ര വലിയ ഉത്സാഹമില്ലായിരുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു പോയി. അപ്പോൾ അന്നത്തെ എൻ്റെ ബോസ് PTIയിലെ ജനറൽ മാനേജർ ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞു, ശശി ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല, ശശി ഇത് വേറെ രീതിയിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഞാൻ തന്നെ ചെയ്യുന്നുള്ളൊരു വാശിയോടുകൂടി ഞാൻ PTI രാജിവെച്ച് ഞാൻ എങ്ങനെയാണ് ഇത്, അന്ന് എനിക്ക് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ചിന്തിക്കാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇത് ചെയ്യാന്നുള്ളത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന്, അന്ന് കരുണാകരനായിരുന്നു ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തെ കണ്ട് ഇത് അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ ഐഡിയ. അദ്ദേഹത്തിന് അത് വളരെ എന്തൂസിയാസ്റ്റിക്കായി, അത് വളരെ ഹി സപ്പോർട്ടഡ് ഇറ്റ് ഫുള്ളി. ഈ രണ്ട് ഐഡിയയും, ഒരു സാറ്റലൈറ്റ് ചാനൽ, മലയാളം സാറ്റലൈറ്റ് ചാനൽ ആദ്യമായിട്ടും, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു റീജിയണൽ ലാംഗ്വേജ് ചാനൽ, അതുകൂടാതെ ഒരു സ്റ്റേറ്റ് വൈഡ് കേബിൾ TV നെറ്റ്വർക്ക്. അങ്ങനെയാണ് നമ്മളത് ഏഷ്യാനെറ്റ് എന്ന് അതിനുള്ള പേര് വരാൻ കാരണവും അത് കേരളത്തിൽ വരാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു. ഈ ഏഷ്യാനെറ്റ് തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഏതാണ്ട് വലതുപക്ഷ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു കാലത്താണ് ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റ് സക്സസ്ഫുൾ ആകണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ടേസ്റ്റിനെ കാറ്റർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തീരുമാനിച്ചത് ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൽ ചാനൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതൊരു വളരെ വിപ്ലവകരമായ ചുവടുവെപ്പ് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഐഡൻറ്റിഫൈ ചെയ്യല്ല, മറിച്ച് എന്താ പറയുക, നമ്മുടെ സോഷ്യൽ ഇഷ്യൂസ്, സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഇഷ്യൂസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ജെൻഡർ ഇഷ്യൂസ്, ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ
ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇഷ്യൂസ്, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്താൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ കണ്ണാടിയൊക്കെ പോലുള്ള പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് അത് കേരളം നന്നായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള പരിപാടികളാണ്. അപ്പം അങ്ങനെ ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുക, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനമല്ല, മറിച്ച് ഇടതുപക്ഷ സ്വഭാവത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം, അങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്താണ്? അതൊരു വലിയ റിസ്ക് ഉണ്ട് ആ കാലഘട്ടത്തിൽ. അതിന് കൃത്യമായ കാരണം ആ കാലത്ത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എൻ്റെ ജനറേഷൻ, എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. രാമായണ എന്ന് പറഞ്ഞൊരു സീരിയൽ വന്നിരുന്നു ടെലിവിഷനിൽ. അത് വലിയൊരു വമ്പിച്ചൊരു വിജയമായി മാറി. എല്ലാവരും എല്ലാ ഞായറാഴ്ചയും ട്രാഫിക് ഒന്നും ഓടില്ല, ഒരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് പോലെയായിരുന്നു ഓരോ എപ്പിസോഡും. അത് സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീനിന് പൂജ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ അപകടകരമായ ഒരു നീക്കമാണ്. കാരണം നമ്മുടെ ഒരു സെക്യുലർ ഡെമോക്രസി എന്നൊക്കെ പറയുന്നത് അതിനെ മാറ്റി മറിക്കുന്ന ഒരു അതിൻ്റെ ഇതിലാണ് ഈ BJPയുടെ ഒരു വരവ്. എന്നാൽ അത് BJPയിലെ രാമായണ സീരിയൽ നടത്തുന്നത് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന വളരെ യുവാവായ ഒരു പുരോഗമന കാഴ്ചപ്പാടുള്ളൊരു പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ സങ്കല്പിച്ച ഒരാളാണ് രാമായണം രാമാനന്ദ് സാഗറിനെ പോലെ ഒരു പ്രൊഡ്യൂസറെ വിളിച്ച് അതിന് കാരണവും പറഞ്ഞ്, അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ ഈ സോഫ്റ്റ് ഹിന്ദുത്വ വോട്ട്സൊക്കെ കോൺഗ്രസ്സിന് കൈവശമാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആണ് എനിക്ക് ഈ ഒരു ഏഷ്യാനെറ്റ് കേരളത്തിലേക്ക് വരുന്നതും, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിന് തന്നെ ഒരു കൂടുതൽ ഉത്സാഹവും അത് വേണ്ട ഒരു അനിവാര്യമായ ഒരു കാര്യമാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇതൊക്കെ ചിന്തിക്കുന്നവർ അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എടുത്തു ചാടുന്നത്. അപ്പോൾ എൻ്റെ അല്ലെങ്കിലും അന്നും അതിനു മുമ്പും എൻ്റെ ഒരു നിലപാട് പുരോഗമനവാദിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇടതിനോടുള്ള ചായവുള്ള ഒരാളാണ്. അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ അതിശയമെന്ന് പറയാവുന്നത്, ഇതൊക്കെ അറിയുന്ന ചീഫ് മിനിസ്റ്ററാണ് K. കരുണാകരൻ. അദ്ദേഹത്തിന് അറിയാം ഈ ചാനൽ വന്നാൽ കോൺഗ്രസിനെ ഒന്നും മുന്നോട്ട് എന്താ പറയുക കൊട്ടി ആഘോഷിച്ചിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ പോലും അതിനെ വളരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അതുമാത്രമല്ല അന്നും അതിന് ശേഷവും ഒരു കവറേജിനെ പറ്റി നമ്മൾ നിരന്തരം, ഉണ്ണിക്കൊക്കെ അറിയാം, പലരും നമ്മുടെ ചാനലിൽ കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും, BJPക്ക് എതിരായിട്ടുണ്ടാവും, ലെഫ്റ്റിനെതിരായിട്ടും ക്രിട്ടിക്കലായിട്ടുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി എനിക്കൊരു ടെലിഫോൺ കോളോ അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇത്തിരി കൂടിപ്പോയി എന്നുള്ളൊരു പരാതിയോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് വളരെ കരുണാകരൻ എന്ന് പറഞ്ഞ ആൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അതോട് സത്യം പറഞ്ഞാൽ അതൊരു എൻ്റെ ഒരു ഐ ഓപ്പണറായിരുന്നു. കാരണം ഒരു രാഷ്ട്രീയത്തിലൊക്കെ കവഞ്ഞ് ഒരാൾക്ക് ഒരു വിപ്ലവകരമായ ഒരു ടെക്നോളജിക്കൽ ഒരു സ്റ്റേറ്റിലേക്ക് അത് കൊണ്ടുവരാനുള്ള ഒരു ഉത്സാഹം, അതിന് വേണ്ട അടിയറ ഉണ്ടാക്കുക എന്നുള്ളത് അത് ചെയ്തു എന്നുള്ളതാണ്. ഈ നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിലെ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പം അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, അതിനകത്തൊരു ഇടതുപക്ഷ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ ചെയ്യുക എന്നൊരു വാർത്താ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിനകത്ത് ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്ന വലിയൊരു ടീമുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പ്രയത്നിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്താ സംസ്കാരം കെട്ടിപ്പടുക്കാൻ. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു, അന്ന് തന്നെ പലരും എന്നോട് പറയാറുണ്ട് ക്രിട്ടിക്കലായിട്ട്, കേരളത്തിലും പറയും, ശശികുമാർ നിങ്ങളുടെ ചാനലിനെ പറ്റി ഒരു ഇടത് ചായവുള്ളൊരു ചാനലാണെന്നൊരു ആരോപണമുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പ്രതികരണം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആരോപണം എന്നുള്ള വാക്ക് മാത്രം ആവശ്യമില്ല, ഈ ഇടതുപരമാകുന്നൊരു കുറ്റമൊന്നും അല്ലല്ലോ എന്ന് പറയാറുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, പിന്നീട് നമ്മൾ ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രാമാനന്ദ് സാഗറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ രാമായണം പോലെ മഹാഭാരതം പോലെയുള്ള സീരിയലുകളൊക്കെ വരുമ്പോൾ അത് സാറിനെ പോലെ ഒരാളുടെ എങ്ങനെയായിരിക്കണം മാധ്യമ പ്രവർത്തനം എന്നതിനെക്കുറിച്ച് ഒരു ആലോചന ഉണ്ടാകുകയും സ്വാഭാവികമായ ഒരു ഇടതു സ്വഭാവത്തിലേക്ക് താങ്കൾ തുടങ്ങുന്ന ചാനൽ വരികയും ചെയ്യുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഒരു കറൻറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ വളരെ ഡിവിസീവായ ഐഡിയോളജികൾ, വളരെ ഡിവിസീവായ പൊളിറ്റിക്സ് ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർക്ക്, ഒരു ആങ്കർക്ക് ഒക്കെ വളരെ സുഖകരമായി വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇരുന്ന് ഞാൻ വളരെ ഡിവിസീവായൊരു പൊളിറ്റിക്സ് പറയുകയാണ് എങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ എതിർത്താൽ പിന്നെ എനിക്കൊരു റെലവൻസ് ഇല്ല, എനിക്ക് തുടരാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ഡിവിസീവായ ഐഡിയോളജിയും പൊളിറ്റിക്സും ഒക്കെ സുഖകരമായി ചാനലിലൂടെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അത് മീഡിയയ്ക്കുണ്ടായിട്ടുള്ളൊരു ഡീജനറേഷനാണോ അതോ നമ്മുടെ സൊസൈറ്റിക്ക് അത്തരത്തിലൊരു ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ടോ? സൊസൈറ്റി അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ?
അതിൽ കാരണം റൂട്ട് കോസ് എന്ന് പറയുന്നത് 1990-കളിൽ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ റെവല്യൂഷൻ, ടെലിവിഷൻ ടെക്നോളജി, DBS, സാങ്കേതികമായിട്ട് ഈ വിപ്ലവകരമായ കാര്യങ്ങളൊക്കെ നടന്നു. അതേ സമയത്ത് ഇന്ത്യയിൽ ആഗോളവൽക്കരണം, ലിബറലൈസേഷൻ, മറ്റേ ഇതൊക്കെ നടക്കുന്ന ആ സമയത്താണ് അല്ലേ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ. അതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഈ നമ്മൾ ഈ പറയുന്ന പോലെ നിയോ ലിബറലിസം, ഫൈനാൻസ് ക്യാപിറ്റലിൻ്റെ ഒരു മുൻതൂക്കം. അവിടുന്ന് അത് കുതിച്ച് മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് അപ്പോൾ ഈ പുതിയ ചാനലുകൾ എന്താ പറയുക രൂപീകരിച്ച് വരുന്ന സാഹചര്യത്തിൽ തന്നെ ഫൈനാൻസ് ക്യാപിറ്റലിൻ്റെ എന്താ പറയുക പ്രാധാന്യം കൂടി വരുന്നു. അതിൻ്റെ ഹെജുമണി എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂ ലിബറലിസം ബിക്കംസ് എ ബിഗ് ഇഷ്യൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടെലിവിഷൻ ചാനലിൻ്റെ കോണ്ടന്റിനെ അത് ബാധിക്കുന്നുള്ളതാണ്. അതേപോലെ മെർഡോക്കിസം എന്ന് നമ്മൾ ഈ പറയുന്ന റിയാലിറ്റി ഷോസ് എല്ലാ ഭാഷകളിലും അത് വന്നു. അത് ഹൗ ടു ബി എ മില്യനെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ സോങ് എന്താ പറയുക ഒരു ബിഗ് ബോസ്, അല്ലെങ്കിൽ പാട്ടുകളുടെ ഒരു ഗ്രേറ്റ് സിംഗർ, സ്റ്റാർ സിംഗർ, അല്ലെങ്കിൽ സ്റ്റാർ ഡാൻസർ, ഇതൊക്കെ ഫോർമുലൈക്ക് മെർഡോക്കിസം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേബിൾ, ആ ഒരു തൊഴുത്തിൽ നിന്ന് വരുന്നതെന്ന് ചിത്രീകരിക്കുകയാണ്. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ബ്രസീലിൽ പോയാലും അതുണ്ടാവും, അമേരിക്കയിൽ പോയാലും ഉണ്ടാവും, ജപ്പാനിൽ പോയാലും ഉണ്ടാവും, അതിൻ്റെ ജാപ്പനീസ് വേർഷൻ, ജർമ്മനിയിൽ ഉണ്ടാവും, ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ പല ഭാഷകളിലും ഉണ്ടാവും. അപ്പോൾ അത് ഒരു സെറ്റ് ഫോർമുലൈക്ക് പ്രോഗ്രാമിംഗ് ഈ ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ഒരു കൾച്ചറൽ എക്സ്പ്രഷനായി വരുന്നു എന്നുള്ളതാണ്. അതുവരെയും നമുക്ക് ഏഷ്യാനെറ്റിൽ ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ ഒരുപാട് നോക്കി. എനിക്കിപ്പോഴും അഭിമാനമുള്ള കാര്യം, എല്ലാ ഭാഷകളിലും രാമായണം എന്താ പറയുക സീരിയലൈസ് ചെയ്തു. ഞങ്ങൾ ഏഷ്യാനെറ്റിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റിൽ പറ്റിയത് ഞങ്ങൾ സ്ത്രീ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇത് തുടങ്ങി, ഒരു പരമ്പര. അത് കത്തി വലിയ ഹിറ്റായി. ഇതിൻ്റെ ഒരു ലെസൺ, നമ്മൾ എത്ര പ്രോഗ്രസീവ് ആയാലും നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇക്കണോമിക് ലോജിക് ഉണ്ടല്ലോ, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്താ പറയുക അത് നേരിടാൻ അല്ലെങ്കിൽ അത് അവഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീ കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കിനി മഹാഭാരതം കാണിക്കണം. മഹാഭാരതം നമ്മൾ കാണിച്ചു, പക്ഷേ കാരണം അതിൽ അത്ര വലിയ സെക്യുലറിസത്തിൻ്റെ ഇഷ്യൂ അല്ലാത്തതുകൊണ്ട് രാമായണം കാണിക്കണം, മറ്റത് കാണിക്കണം. ഞാൻ പറഞ്ഞു ഇല്ല, അത് കാണിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ടായി. അതിൻ്റെ നമുക്ക് ഒരുപാട് പൈസ വേണം നടത്താൻ. ഇത് വികസിക്കും തോറും കൂടുതൽ ശമ്പളം കൊടുക്കണം, പ്രോഗ്രാംസ് ചെയ്യണം, ഒരുപാട് കടമുണ്ടായിരുന്നു ബാങ്കിലൊക്കെ. എന്നാൽ പോലും നമുക്ക് നിലനിന്ന് പോകാൻ പറ്റി. പക്ഷേ ഈ ഫിനാൻസ് ക്യാപിറ്റലിൻ്റെയും ഈ ന്യൂ ലിബറലിസത്തിൻ്റെയും ഒരു കൾച്ചറൽ എക്സ്പ്രഷൻ്റെ ഒരു ഭാഗം വന്നപ്പോൾ അത് എല്ലാത്തിനെയും അടിച്ചു മാറ്റി മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ചാനലിലും കാണാം ഈ പ്രോഗ്രാംസ് എല്ലാം അനിവാര്യമായി വരുന്നുള്ളതാണ്. നോക്കൂ, ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം സാറ് തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്ക് നമുക്ക് ഐദർ യു ക്യാൻ ബി ലെഫ്റ്റ് ഓർ റൈറ്റ്, ഇതിനകത്ത് പ്രശ്നങ്ങളില്ല. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കാം, വലതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കാം. പക്ഷേ ഇന്നിപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പച്ചയായ വർഗീയതയുടെ രാഷ്ട്രീയം വിളിച്ചു പറയാൻ പാകത്തിൽ ഈ മീഡിയ പ്ലാറ്റ്ഫോംസ് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു ഭരണാധികാരിക്ക് ഓഫ് കോഴ്സ് അയാളുടെ ഒരു വർഗീയതയുടെ രാഷ്ട്രീയം പറയാം, ഒരു പൊളിറ്റിക്കൽ ലീഡറിന് അത് പറയാം. പക്ഷേ ഒരു മീഡിയയ്ക്ക് വർഗീയതയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സർവൈവ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയതിനെ എങ്ങനെയാണ് ആസ് എ ജേർണലിസ്റ്റ്, ഒരു സംരംഭകൻ എന്നുള്ള നിലയ്ക്കല്ല ഞാൻ ചോദിക്കുന്നത്, ആസ് എ ജേർണലിസ്റ്റ് എങ്ങനെയാണ് സാർ അതിനെ വ്യൂ ചെയ്യുന്നത്, ആ ട്രാൻസ്ഫോർമേഷൻ? അത് വലിയൊരു മാറ്റം തന്നെയാണ്. അത് വളരെ അപകടകരമായ മാറ്റമാണ്. നമുക്ക് വളരെ പ്രത്യക്ഷമായിട്ട് അറിയാൻ പോകും. ആങ്കേഴ്സ്, കാരണം ഈ ന്യൂസ് അവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു മണിക്കൂറാണ് ആ ചാനലിന് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ആ ന്യൂസ് അവർ ഒരു മണിക്കൂറേ ഉള്ളൂ സത്യം പറഞ്ഞ ചാനൽ. അത് പിന്നെ മറ്റുള്ളതൊക്കെ അതിൻ്റെ ഒരു ഭാഗം, അതിലേക്ക് ഒരു ലീഡിങ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ആങ്കറിൻ്റെ ഒരു സ്വഭാവം മാറുന്നതോടും ആ ആങ്കർ റൈറ്റിസ്റ്റ് പേഴ്സണാലിറ്റിയായി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ ആങ്കർ ഈ പറഞ്ഞ പോലെ ദേശത്തിന് അറിയേണ്ട കാര്യമാണ്, നേഷൻ വാണ്ട്സ് നോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് ഒരു രാഷ്ട്രീയ എന്താ പറയുക പോയിന്റ് ഓഫ് വ്യൂവിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു മാതൃകയായി മാറുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഒരു ന്യൂസ് അവറിൽ 4 പേരെ പിടിച്ചിരുത്തിയിട്ട് പരസ്പരം തല്ലുപിടിപ്പിക്കുക, ഉണ്ണിയും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് അത്. എന്നാലും അത് കാരണം അത് യു ഹാവ് ടു, എന്നാലും അതുപോലും ഉണ്ണിയൊക്കെ ചെയ്യുന്ന അതിന് സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ വെറും എന്താ പറയുക ഒരു തെരുവിൽ തല്ലുപിടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന ഒരു രീതിയിലേക്ക് മാറുക. നമ്മുടെ കേരളത്തിൽ സത്യം പറഞ്ഞാൽ താരതമ്യേന ഭേദമാണ്. മറ്റു ഭാഷകളിലൊക്കെ ഹിന്ദിയിലൊക്കെ വളരെ വളരെ എന്താ പറയുക ഇറ്റ്സ് ഓൾമോസ്റ്റ് ടെറിബിൾ. ആ ഒരു രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ഇതിന് പിന്നെ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് നമ്മൾ പറയില്ലേ ജേർണലിസത്തിൽ, അതിൻ്റെ പ്രാധാന്യമില്ലാതായി. അത് അനിവാര്യം. കാരണം ഞാനും ഒബ്ജക്റ്റിവിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. കാരണം ദർ ഇസ് നോ ഒബ്ജക്റ്റിവിറ്റി.
ഇപ്പോൾ ഒരു ഇസ്രയേൽ ഗാസയെ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇസ്രയേലിനും ഗാസയ്ക്കും തുല്യ സമയം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പാലസ്റ്റൈൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കണം. അവിടെയുള്ള കുട്ടികൾ, അവരുടെ സ്ത്രീകൾ, അവരുടെ സൈഡിൽ നിന്ന് സംസാരിക്കണം. അതാണ് ഈവൻ ഹാൻഡഡ്നെസ്, ഫെയർ മൈൻഡഡ്നെസ് ആണ് വേണ്ടത്, ഒബ്ജക്റ്റിവിറ്റി അല്ല. പക്ഷെ ഇവിടെ ഫെയർ മൈൻഡഡ്നെസ് ഇല്ല, ഈവൻ ഹാൻഡഡ്നെസ് ഇല്ല, ഒബ്ജക്റ്റിവിറ്റി ഇല്ല. അപ്പം എല്ലാം തകർന്നിട്ട് ഇതൊരു പ്യുവർ പ്രോപ്പഗാൻഡ ചാനലായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ വിശ്വസീയത കുറഞ്ഞു, നമുക്കറിയാം. ഇപ്പോൾ ടെലിവിഷൻ ചാനൽ ആൾക്കാർ കാണുന്നത് ഏകദേശം ഒരു റിയാലിറ്റി പോലെ, ബിഗ് ഷോ ഒക്കെ പോലെ ഒരു ന്യൂസ് അവറും കാണുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാനത് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ CPM-ൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാം ആസ് എ മീഡിയ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാം, അങ്ങനെയാണ് BJP-യുടെ രാഷ്ട്രീയവും പറയാം. കാരണം വെച്ചാൽ നമ്മൾ വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി. അവിടെ സാറി നേരത്തെ പറഞ്ഞ ഒരു ഫെയർ ഹാൻഡഡ്നെസ് ഉണ്ട്, അവിടെ ഒരു ഈക്വൽ ടൈം ഷെയറിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്. സോ അതിനകത്ത് എന്താ ഒരു കുഴപ്പം? BJP-യുടെ രാഷ്ട്രീയം പറയുന്നതിനകത്ത് എന്താ ഒരു കുഴപ്പം? കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മീഡിയ എൻവയറമെൻറ്റിൽ നമുക്ക് ഒരു ചാനൽ പ്രോ BJP ആയിരിക്കാം, ഒന്ന് പ്രോ CPM ആയിരിക്കാം, ഒന്ന് പ്രോ കോൺഗ്രസ് ആയിരിക്കാം. അതൊക്കെ കലർന്നു വരുന്നതാണ്. ഒരു ചാനലിൽ തന്നെ ഇതെല്ലാം ഈക്വലായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് നമ്മൾ പ്രത്യാശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് റിയലിസ്റ്റിക് അല്ല വരും കാലങ്ങളിൽ. എന്നാൽ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ സിറ്റിസൻസിന് ആർ വി ലുക്കിംഗ് അറ്റ് ദെയർ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ BJP-യെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റണം, കോൺഗ്രസിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റണം, ലെഫ്റ്റിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റണം ചില കാര്യങ്ങളിൽ. അങ്ങനെ വരുമ്പോഴാണ് ആ വിശ്വസ്യത വരുന്നത്. എന്നാൽ ഒരു എഡിറ്റോറിയൽ സ്റ്റാൻസ് ഉണ്ടാവും. പത്രങ്ങൾക്കില്ലേ എഡിറ്റോറിയൽ സ്റ്റാൻസ്? അത് എന്തുകൊണ്ട് ചാനൽസിൽ ആയിക്കൂടാ? എഡിറ്റോറിയൽ സ്റ്റാൻസിലാണ് നമ്മൾ പത്രത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നത്, രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത്. അതുപോലും ഇപ്പോൾ പാടില്ല എന്ന് ഇപ്പോൾ എന്താ പറയുക, ബെസോസ്, വാഷിങ്ടൺ പോസ്റ്റിൻ്റെ ബെസോസ്, അയാൾ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഒന്നും ഞാൻ ഇടപെടില്ല. ഇപ്പോൾ പറഞ്ഞു ട്രംപിനെതിരായിട്ട് ഹാരിസിനെ വാഷിങ്ടൺ പോസ്റ്റ് വർഷങ്ങളായിട്ട് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ എൻഡോഴ്സ് ചെയ്യാറുണ്ട്. ഇക്കൊല്ലം പാടില്ല എന്ന് പറഞ്ഞിരിക്കാറ്. അപ്പോൾ അതും മാറി എന്ന് പറയാം. അത്ര വലിയ അങ്ങേർക്ക് ഇതിൻ്റെ ഒരു കാര്യമില്ല, ബിക്കോസ് ഹീസ് എ മൾട്ടി ബില്യണയർ. എന്നാൽ പോലും ഇതോടുകൂടി അത് നിർത്തുകയാണെന്നുള്ളത് അയാൾ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്വഭാവം. സോ ദ പ്രോബ്ലം ഈസ് ആ ഒരു എൻവയൺമെൻറ്റിൽ അത് മാത്രമല്ല, ഇന്നിപ്പോൾ അതിനെ കോംപ്ലിക്കേറ്റ് സോഷ്യൽ സാമൂഹിക മാധ്യമങ്ങൾ അതുമുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് കൂടാതെ അവിടെ നിന്നും എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാ സ്ഥലത്തു നിന്നും അവർക്ക് അഭിപ്രായങ്ങൾ, ന്യൂസ്, ഇൻഫർമേഷൻ, എന്താ പറയുക, പ്രജുഡിസ് എല്ലാം കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി എന്നുള്ളതാണ് മാധ്യമ. സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്നുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം CPM-ൻ്റെ രാഷ്ട്രീയം പറയുന്നു, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുന്നു, BJP-യുടെ രാഷ്ട്രീയവും പറയാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തന്നെ അറിയാവുന്നതാണല്ലോ, ഈ മതരാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമായി വിചാരിച്ചിരുന്നൊരു സൊസൈറ്റിയാണ് കേരളം, അല്ലേ? നമ്മളങ്ങനെ മതത്തിൻ്റെ പേരുള്ളൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങനെ പരസ്യമായി ഒന്നും സംസാരിച്ചിരുന്നില്ല. രഹസ്യമായി പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ പരസ്യമായി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം മീഡിയയ്ക്ക് തീരെ പറ്റില്ല അത്തരത്തിലുള്ളൊരു ഐഡിയോളജിയെ ബാക്ക് ചെയ്യാനോ അതിൻ്റെ ഒരു പ്രൊപ്പഗൻഡ ഓർഗനായി മാറാനോ മീഡിയയ്ക്ക് കഴിയാത്തൊരു സാഹചര്യം ഒരു 1.5 പതിറ്റാണ്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം, ഈ സൊസൈറ്റിക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, മീഡിയയ്ക്ക് പുറത്ത് സൊസൈറ്റിയിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെ റിലിജിയോസിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയി മാറുന്നുണ്ട്. അപ്പോൾ അതിനെ കാറ്ററി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കമ്പൽഷൻ മീഡിയ അനുഭവിച്ചിട്ടുണ്ട്. അതായത് മീഡിയ അതിനകത്തു നിന്ന് ഡീജനറേറ്റ് ചെയ്യുകയായിരുന്നില്ല, മറിച്ച് മൊത്തം നമ്മുടെ സമൂഹത്തിലുണ്ടായ ഒരു ഡീജനറേഷൻ്റെ റിഫ്ലക്ഷനാണ് മീഡിയയിൽ സംഭവിച്ചത് എന്ന് വിലയിരുത്തുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. അത് മാധ്യമം എപ്പോഴും ഒരു റിയർ വ്യൂ മിറർ ഓഫ് സൊസൈറ്റിയാണ് എന്ന് പണ്ടേ മക്ലൂമൻ ഒരു കാർ ഓടിക്കുമ്പോൾ പിന്നിലുള്ള ഒരു റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, അതാണ് മാധ്യമങ്ങളുടെ ഒരു ഇതാവും. മാധ്യമങ്ങൾക്ക് ഈ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തെ അവഗണിച്ച് അല്ലെങ്കിൽ അതിന് മുമ്പ് ചാടി കയറി പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് സ്വീകരിക്കില്ല. അപ്പോൾ യു ഹാവ് ടു ബി ഇൻ പേസ് വിത്ത് ദ പീപ്പിൾ. എന്നാൽ എപ്പോഴും എന്താ പറയുക, ഒരു റെട്രോഗ്രസീവ് ഫോഴ്സസ് ആൻഡ് പ്രോഗ്രസീവ് ഫോഴ്സസ്. നമ്മൾ ഈ റെട്രോഗ്രസീവ് ഫോഴ്സസിന് മുൻതൂക്കം കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ഛായ മാറുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ രാമായണം വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ സെക്യുലറിസം ഒട്ടാകെ തകർന്നത്. അതിന് മുമ്പ് ഞാൻ ദൂരദർശനിൽ ഒരുപാട് കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രോഗ്രാമിൽ അവിടെ റിലിജൻ ഉണ്ടായിരുന്നു, പക്ഷേ ഹിന്ദു റിലിജൻ ഉണ്ടാവും, മുസ്ലിം റിലിജൻ ഉണ്ടാവും, സിഖ് റിലിജൻ ഉണ്ടാവും, പാർസി റിലിജൻ എല്ലാം, അതിനെല്ലാം അതേ സമയം കൊടുക്കുകയും ചെയ്യും. അതൊക്കെ തകർത്തിട്ടാണ് ഈ രാമായണം വന്നത്. അതിന് കുറ്റം നമ്മൾ പറയേണ്ടത് കോൺഗ്രസ് രാജീവ് ഗാന്ധിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓൾമോസ്റ്റ് ഫണ്ണി സിറ്റുവേഷൻ. കാരണം
അദ്ദേഹം ഉദ്ദേശിച്ചത് വേറെ. ഈ നമ്മൾ പറയില്ലേ, ഇംഗ്ലീഷിൽ പറയും സോഡ് ദ വിൻഡ് ആൻഡ് റീപ് ദ വേൾഡ് വിൻഡ് എന്ന് പറയാം നമ്മൾ. അതാണ് സംഭവിച്ചത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തു എന്ന് പറയുന്നത് അല്ലേ? അതാണ് സംഭവിച്ചത്. ആ കൊടുങ്കാറ്റ് BJPയുടെ രൂപത്തിൽ വന്നു എന്നുള്ളത്. ഈ നോക്കൂ, ഇപ്പം ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നത്, ഇപ്പം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ വളരെ ഗൗരവത്തോടുകൂടി തന്നെ എന്നെ വിമർശിക്കുന്നുണ്ട് ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള കൊളീഗ്സിനെ വളരെ ശക്തമായി വിമർശിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ നല്ല മാധ്യമ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്, മാധ്യമ സാക്ഷരതയുള്ള ജനങ്ങളാണ്. നല്ല രീതിയിൽ മാധ്യമ വിമർശനവും മാധ്യമ പഠനങ്ങളുമൊക്കെ എനിക്ക് തോന്നുന്നില്ല കേരളം പോലെ ഇത്ര ഗൗരവത്തോടെ മാധ്യമങ്ങളെ വീക്ഷിക്കുന്ന വിലയിരുത്തുന്നൊരു സൊസൈറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. മാപ്ര എന്നൊരു പ്രയോഗം പോലും സൊസൈറ്റിയിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം പക്ഷേ എൻ്റെ ഒരു ചോദ്യം, പലപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനൊരു ന്യൂസ് റൂമിൽ അനുഭവിക്കുന്ന ടെൻഷൻ, നമ്മുടെ വ്യൂവേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ്. പ്രത്യേകിച്ച് ഇതൊരു കോമ്പറ്റീഷൻ്റെ ഏരിയ ആണല്ലോ, ഒരു മത്സരത്തിൻ്റെ സ്ഥലവും കൂടിയാണ്, ഒരു വ്യവസായമാണ് ബേസിക്കലി. അത് പ്രോഫിറ്റ് ഉണ്ടാക്കണം, ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ അതിന് സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. ദിസ് ഈസ് ദ റിയാലിറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മീഡിയ നേരിടുന്നൊരു വലിയ കമ്പൽഷൻ ഉണ്ട് സൊസൈറ്റിയിൽ നിന്ന്. അപ്പോൾ ആ രീതിയിൽ ഈ സൊസൈറ്റിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നുള്ളതാണ്. ഞാൻ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ളതിലേക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സൊസൈറ്റിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ് മീഡിയ എന്ന് പറയുന്നത്. ആ മീഡിയയ്ക്കൊരു ഡീജനറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിക്ക് കൂടി ഇല്ലേ എന്നുള്ളതാണ് എന്നെ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കുന്നൊരു കാര്യം. ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് അവരുടെ ഒരു ഉത്തരവാദിത്വമില്ല. ഇപ്പം നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഡെമോക്രസിയിൽ 4ാം തൂണാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് മാധ്യമങ്ങൾ. കറക്റ്റ്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, 4ാമത് പ്രസ്. ആ 4ാം തൂണ് തന്നെ ഒരു 5th കോളമായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5ാം പത്തിയായി മാറുമ്പോൾ, അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അല്ലാണ്ട് ജനങ്ങൾ ഇതിനൊരു സിഗ്നൽ കൊടുത്തിട്ടാണ് വരുന്നത്. അത് പോപ്പുലിസം ഏത് കാലഘട്ടത്തും ഉണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ പോപ്പുലിസത്തിനെ വളർത്താൻ വേണ്ടി മാധ്യമങ്ങൾ ഒരുങ്ങി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ അപ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അത് അനിവാര്യമായി മാറാനുള്ള കാരണം ഈ സാമൂഹിക മാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ്. കാരണം ഇവർ പറഞ്ഞില്ലെങ്കിലും അവിടെ പറയും. ഇപ്പം മിക്കവാറും നമുക്കറിയാം, മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ മോണിറ്ററിങ് നടക്കുന്നുണ്ട്. അബ്സല്യൂട്ട്ലി. അതിലൊരു സാധനം വൈറലായി പോയാൽ അത് നാളത്തെ നമ്മുടെ ഹെഡ്ലൈൻ ആണോ എന്നുള്ള ചർച്ച അല്ലെങ്കിൽ എഡിറ്ററുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അല്ലെങ്കിൽ അത് യു ഹാവ് ടു ഇൻക്ലൂഡ് ഇറ്റ്, അതിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയായി മാറും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പാരഡോക്സിക്കലി 4ാം തൂണാണ് ഒരു ഇൻവിജിലേറ്റിംഗ് ഫംഗ്ഷൻ വേണ്ടത്. മറ്റ് 3 തൂണുകളിലെയും ഇൻവിജിലേറ്റ് ചെയ്യേണ്ട 4ാം തൂണിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ സംഭവിക്കുന്നത് 4ാം തൂണിനെ ഇൻവിജിലേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ വേറൊരു തൂണായി മാറിയിട്ടുണ്ട്, ഒരു 5th കോളം ആയി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 5th പില്ലറായിട്ട് മാറിയിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തെറ്റുണ്ട്, നുണകളുണ്ട്, പരസ്പരം ആൾക്കാർ തമ്മിൽ എന്താ പറയുക വിഷം ഇറക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിനും ഒരു വിഷയം ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്യില്ല എന്ന് പറയാനുള്ള ധൈര്യം വരില്ല. കാരണം ആൾക്കാരുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഈ പോപ്പുലിസവും റെസ്പോൺസിബിൾ ജേർണലിസവും തമ്മിലുള്ള ഒരു സംഘർഷം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് നിങ്ങൾ നമുക്ക് കണ്ടറിയാം. അത് വളരെ ശരിയാണ്. ഇപ്പം സോഷ്യൽ മീഡിയ സത്യത്തിൽ നമ്മളെല്ലാവരെയും എംപവർ ചെയ്തിട്ടുണ്ട്, അക്കാര്യത്തിലൊരു സംശയം വേണ്ട. ഇപ്പം എല്ലാ മനുഷ്യരും ഒരു മീഡിയ പേഴ്സണാണ്, ഒരു റിപ്പോർട്ടറാണ്, ഒരു ജേർണലിസ്റ്റാണ്. കാരണം നിങ്ങൾ കാണുന്ന ഏത് സംഭവത്തോടും പ്രതികരിക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളെ സോഷ്യൽ മീഡിയ ശാക്തീകരിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സൊസൈറ്റി വളരെ പവർഫുൾ ആയിട്ടുണ്ട്. അവിടെ ഒരു മുഖ്യധാരാ മാധ്യമം ഇല്ല എങ്കിൽ കൂടിയും ഈ വാർത്തകൾ ഈ പറഞ്ഞ കണക്ക് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു വാർത്ത പഴയതുപോലെ തമസ്കരിക്കാൻ കഴിയില്ല, അത് വളരെ പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെടും. ഈ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ എംപവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ന്യൂസ് റൂമിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും. അപ്പോൾ ഇപ്പം നമ്മളൊരു വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, എയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വാർത്തയുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റും. വി ക്യാൻ ജഡ്ജ്. ആ യൂട്യൂബിലെ വ്യൂവർഷിപ്പ് നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് എന്ന് വിചാരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രത്യേക വാർത്ത പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 20,000 പേര് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക.
ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വാർത്തയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഡിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു 10,000-ലേക്ക് അല്ലെങ്കിൽ ഒരു 8,000-ലേക്ക് വരികയാണെങ്കിൽ ഇതല്ല ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് മറ്റേ വാർത്തയിലേക്ക് തന്നെ വീണ്ടും പോകാമെന്നൊരു ജഡ്ജ്മെൻറ്റിലേക്ക് ന്യൂസ് റൂമുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് ഔട്ട്സൈഡ് മീഡിയ, ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയി മാറിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ എംപവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മൂല്യമായ ഒരു സിറ്റുവേഷൻ, എൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ ഒരു റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയാം, ഒരു റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് കടന്നുകൂടിയിട്ടുണ്ട്. എല്ലാത്തിലും ഉണ്ട് അത് മാധ്യമം. ഇപ്പോൾ നമ്മളൊരു ബുക്ക് ഷോപ്പിൽ പോയാൽ, പണ്ടൊന്നും അങ്ങനെ ഒരു ബുക്ക് ഷോപ്പിൽ പോയാൽ ടോപ്പ് 20, ടോപ്പ് 100, ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ലേബിൾ വാങ്ങിക്കാൻ പോയാൽ ടോപ്പ് 10, ടോപ്പ് 20. ഇതാരാണ് ഈ ടോപ്പ് 20 എന്ന് തീരുമാനിക്കുന്നത്? നമ്മൾ അത് തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വേണ്ട കാര്യമാണ്. ഹൂ ഇസ് ഡിറ്റർമിനിങ്? ഇതാണ്. അത് സെയിൽസിൻ്റെ പ്രകാരമാണോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റിവ്യൂസിൻ്റെ പ്രകാരമാണോ? ഇതൊന്നും നമ്മൾ അറിയുന്നത്. ടോപ്പ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ ആ റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് മാധ്യമങ്ങളെ വളരെ എന്താ പറയുക രൂക്ഷമായി ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 1000 പേര് കുറഞ്ഞാൽ നമുക്ക് ഉടനെ പാനിക്കാണ്. അപ്പോൾ ഈ റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ് ഉള്ളിടത്തോളം ദാറ്റ് ഈസ് പോപ്പുലിസ്റ്റ് മീഡിയ. അതാണ് ഈ പോപ്പുലിസ്റ്റ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. ഇംഗ്ലീഷിൽ ഞാൻ പറയുന്ന പോലെ പബ്ലിക് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് വാട്ട് ഇൻട്രസ്റ്റ് ദ പബ്ലിക്. പബ്ലിക് ഇൻട്രസ്റ്റും വാട്ട് ഇൻട്രസ്റ്റ് ദ പബ്ലിക്കും വേറെ കാണണം. വാട്ട് ഇൻട്രസ്റ്റ് ദ പബ്ലിക്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് വേണ്ടതാണ്. എന്നാൽ അത് മാത്രം, അതിൻ്റെ പിന്നാലെ മാത്രം പോയാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് എന്താ പറയുക, ഒരു ഡെമോക്രസിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ടു എംപവർ ദം, മാധ്യമങ്ങൾക്ക് ആ ഒരു റോൾ ഉണ്ടാവില്ല. അങ്ങനെ മാധ്യമങ്ങൾ അധപ്പതിച്ച് പോകുമ്പോൾ മാധ്യമങ്ങളുടെ പ്രസക്തി തന്നെ കുറഞ്ഞുകൊണ്ട് വരുന്നു. അതിപ്പോൾ കുറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനെയാണെങ്കിൽ അതൊരു ഒരു സ്ലോ ഡെത്തിലേക്കാണോ പോകുന്നത്? ഞാൻ ചോദിക്കുന്നത് മെയിൻ സ്ട്രീം മീഡിയ എല്ലാ അർത്ഥത്തിലും കേട്ടോ, അത് പത്രങ്ങളായാലും ചാനലുകളായാലും ഒക്കെ ഒരു വലിയ ഭീഷണിയെ നേരിടുന്നുണ്ട്. ദാറ്റ്സ് എ റിയാലിറ്റി. അങ്ങനെയാണെങ്കിൽ അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ശക്തി വരികയും സ്ലോലി ഒരു ഡെത്ത് പ്രോസസ്സിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ്. അതാണ് ആങ്സൈറ്റി. അത് ഓബ്വിയസ് അല്ല. നമ്മൾ ലോകത്തെല്ലായിടത്തും ഇവിടെയും നോ എക്സെപ്ഷൻ വാർത്താ മാധ്യമങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താ മാധ്യമങ്ങളുടെ പ്രസക്തി, അവരുടെ പ്രോഫിറ്റബിലിറ്റി, അവരുടെ റവന്യൂ മോഡൽ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മീഡിയ എന്ന് പറയുന്ന സെക്ടർ വികസിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് അതിൻ്റെ വൈരുദ്ധ്യം. മീഡിയ ഈസ് ഗ്രോയിങ് ബട്ട് ന്യൂസ് മീഡിയ ഈസ് ഷ്രിങ്കിങ്. ന്യൂസ് മീഡിയ എൻവയൺമെൻറ്റ് ചെറിയൊരു കോർണറിൽ, ഒരു ചെറിയ കോണായി മാറുന്നു. അപ്പോൾ ദ ട്രിക്ക് ഈസ് മീഡിയ മസ്റ്റ് റീഇൻവെൻറ്റ് ഇറ്റ്സെൽഫ്. ന്യൂസ് മീഡിയ തന്നെത്താനെ നമ്മൾ ഒരു പുനരാവിഷ്കാരം ആവശ്യമുണ്ട്. അതിനെ മാധ്യമത്തിൽ നടക്കുന്ന ഒരു വികസനത്തിലേക്ക് നമുക്ക് എങ്ങനെ, ഹൗ ക്യാൻ യു ടേക്ക് അഡ്വാൻറ്റേജ് ഫ്രം ദാറ്റ് എന്നുള്ളത് വി ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഈ OTT പ്ലാറ്റ്ഫോംസിൽ വന്ന ഒരുപാട് പടങ്ങൾ ഞാൻ കാണുന്നു. ഇപ്പോൾ ചെറുപ്പക്കാർ ചെയ്യുന്ന പടങ്ങൾ, ദാറ്റ് ഇസ് ഓൾ ജേർണലിസം. അത് ഫിക്ഷൻ അല്ല എന്ന് പറയുകയാണെങ്കിലും ഒരു ന്യൂസ് ഐറ്റത്തിൻ്റെ, അതല്ലാത്ത ഏതെങ്കിലും ഒരു സിനിമ എന്നോട് ഒരു വാർത്ത എവിടെയെങ്കിലും വന്നത് വെച്ചിട്ടാണ് ഈ എൻറ്റയർ ഫിലിം ഉണ്ടാക്കുന്നത്. അതൊക്കെ ജനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നു, അതിൻ്റെ കഥാപാത്രങ്ങൾ ആ സാഹചര്യം തിരിച്ചറിയുന്നു. ദാറ്റ് ഈസ് ഫാർ മോർ ഇൻഫ്ലുവൻഷ്യൽ ടുഡേ ദാൻ എൻ എൻറ്റയർ ഡിസ്കഷൻ ഓൺ ന്യൂസ് മീഡിയ ഓർ റൈറ്റിംഗ്. ഒരുപാട് എഴുതി കൂട്ടുന്നതിനെക്കാട്ടിലൊക്കെ ഭേദം ഇപ്പോൾ ഹർഷദ് മേറ്റയെ പറ്റി ഒരു സീരിയൽ വന്നു. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ സ്കാം എങ്ങനെയാണ് നടന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ടെൽഗി എന്ന് പറഞ്ഞ സ്കാംസിനെ പറ്റി ഒരു സീരിയൽ ഹിന്ദിയിൽ വന്നു. അതുപോലെ മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്. പുതിയ ഇപ്പോൾ ഇന്നാൾ ഞാൻ കണ്ടു ഒരു വാഴ എന്ന് പറഞ്ഞൊരു തമിഴ് പടം. ശരിക്കും വാട്ട് ഹാപ്പൻസ് ടു എ ദളിത് ഗ്രോത്ത് ഓഫ് എ ദളിത് സിറ്റുവേഷൻ ഇൻ എ വില്ലേജ്, അത് എത്ര എഴുതിയാലും നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, കാൾ മാർക്സ് എന്ന് പറയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനായിരുന്നു. അത് പലർക്കും അറിയില്ല. അദ്ദേഹം അതിലേക്ക് ഞാൻ കിടക്കുന്നത്. പക്ഷെ അത് ഒരു കാലഘട്ടത്തിൽ അത് എന്തിനാ പറഞ്ഞതെന്ന് ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. He said it is more important to read Charles Dickens than to study Malthus. തോമസ് മാൽത്തൂസ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വലിയ ഇക്കോണമിസ്റ്റാണ്, നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി എഴുതിയ ആൾ. ഈ ഇക്കോണമിസ്റ്റിനെയൊക്കെ വായിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്ന നോവലിസ്റ്റിനെ വായിക്കുകയാണ്. കാരണം സാധാരണക്കാരുടെ ജീവിതം അങ്ങേര് അത് ഫിക്ഷണലൈസ് ആണ് ചിത്രീകരിക്കുന്നത്, പക്ഷേ അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ റൂട്ട് ഈസ് ഫാർ മോർ റിയൽ. അപ്പോൾ ഈ ഡ്രമാറ്റിക് റീകൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതികളിൽ അപ്പോൾ മാധ്യമങ്ങളെ നമ്മൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റണം നമുക്കിനി. ദർ ഷുഡ് ബി മോർ ആൻഡ് മോർ ഓഫ് ഡ്രമാറ്റിക് റീകൺസ്ട്രക്ഷൻസ് ഇൻ ന്യൂസ് മീഡിയ. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കും അതിൻ്റെ എന്താ പറയുക ഒത്തൻറ്റിസിറ്റി തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
നമ്മുടെ ഈ സമയം അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ കാണികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഒരു അവസരമുണ്ട് അല്ലേ? ഒരു 2-3 ചോദ്യങ്ങൾക്കുള്ള അവസരമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചോദിക്കാം. ഹലോ സാറേ, ഞാൻ ഈ മലയാളം ന്യൂസ് ചാനൽസ് വായിക്കുമ്പോൾ അത് ഏത് ചാനലായാലും റിപ്പോർട്ടർ, ഏഷ്യൻ്റെ അടക്കം 1 മണിക്കൂർ വാർത്തയിൽ 90% കേരള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു കാറ് ഇടിച്ചു എന്നുള്ള കാര്യത്തിന് വേണ്ടി എത്രയോ സമയം ചിലവാക്കുന്ന എല്ലാ ചാനലുകളും. പക്ഷേ യുക്രൈനിൽ നിന്ന് നടക്കുന്നു, US എന്താണ് നടക്കുന്നത് ഇലക്ഷൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഗാസയിലെ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ, അതിനെക്കുറിച്ചൊക്കെ കുറച്ച് മിനിറ്റുകൾ കൂടി അനുവദിക്കുന്നില്ല. അത് എല്ലാ മലയാളം ചാനലിലും അങ്ങനെയാണ്. അപ്പോൾ ഒരു ഓവറോൾ ഒരു പെർസ്പെക്റ്റീവ് അറിയണമെങ്കിൽ ഞാനിപ്പോഴും ഒന്നുകിൽ CNN നോക്കും, അല്ലെങ്കിൽ BBC, അല്ലെങ്കിൽ വയോൺ, അല്ലെങ്കിൽ ഈവൻ ഇംഗ്ലീഷിലുള്ള ന്യൂസ് ചാനൽസ് മച്ച് ബെറ്റർ. അതെന്താ കാരണം? എല്ലാ മലയാളം ചാനൽസിലും ന്യൂസ് അവറിൽ ഒരു കേരള രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു അതിപ്രസരം, അത് എല്ലാ ചാനലുകളും. അതെന്താ അതിന് കാരണം? അത് ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഓക്കെ, ഓർ ദർ ഷുഡ് ബി എ സെപ്പറേറ്റ് ന്യൂസ് അവർ ടു ഗീവ് എ ബാലൻസ് വ്യൂ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദി വേൾഡ്? അല്ല, എൻ്റെ അഭിപ്രായം അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും എടുത്തു നോക്കിയാലും പത്രത്തെ പറ്റി, മറ്റതിനെ പറ്റി ഉണ്ണിക്ക് കൂടുതൽ വിവരം ഉണ്ടാവും. ഇവിടുത്തെ തലക്കെട്ടുകൾ നമ്മുടെ മനോരമയിലോ മാതൃഭൂമിയിലോ ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങൾ മലയാള പത്രങ്ങൾ കവർ ചെയ്യുന്ന പോലെ ഹിന്ദിയിലില്ല, ഇംഗ്ലീഷിൽ പോലും ഇല്ല, തമിഴിലില്ല, ഒരു ഭാഷയിലില്ല. കാരണം ഇവിടെ ഒരു ഡെമോഗ്രാഫിക് ഉണ്ട്. കാരണം ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ്റെ ഒരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു പ്രസക്തി ഉണ്ട് അതിൽ. എന്നാൽ പോലും ഐ ഓൾവേസ് ഫീൽ ഇതിലധികം അല്ലെങ്കിൽ ഇത്രയെങ്കിലും അവർ മറ്റുള്ളവരും കവർ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വീക്ഷണം. നിങ്ങളൊന്ന് ഒരു ഒബ്ജക്റ്റീവായിട്ട് നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ്. മലയാള പത്രങ്ങൾ ഈ ഗാസയിൽ ഇസ്രയേലിൻ്റെ എന്താ പറയുക അട്രോസിറ്റീസ് മലയാള പത്രങ്ങൾ കൈകാര്യം ചെയ്ത പോലെ ഇന്ത്യയിലെ വേറൊരു പത്രവും കൈകാര്യം ചെയ്തില്ല. ടി വിയെ പറ്റി ഉണ്ണിക്കായിരിക്കും കൂടുതൽ പറയാൻ പറ്റും. അതൊരു ശരിയായ ചോദ്യമാണ്. ഞാനത് അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം വെച്ചാൽ ഇപ്പം ഞങ്ങൾ തന്നെ ന്യൂസ് റൂമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ മിനിങ്ങാന്നൊക്കെ ആണെങ്കിൽ PP ദിവ്യ എന്ന് പറയുന്ന ഒറ്റ വാർത്തയിലാണല്ലോ ചാനലുകൾ നിൽക്കുന്നത്. ഐ എഗ്രി ദാറ്റ്, അത് സത്യമാണ്. മറ്റെന്ത് സംഭവിച്ചാലും PP ദിവ്യ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ബേസിക്കലി ബിക്കോസ് അതാണ് വ്യൂവറിനെ ഹോൾഡ് ചെയ്യുന്നൊരു വിഷയം എന്നുള്ളത്. അതാണ് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു അൺഫോർച്ചുനേറ്റ് പാർട്ടാണ് ടെലിവിഷൻ ജേർണലിസത്തിൻ്റെ. PP ദിവ്യയിൽ നിന്ന് നിങ്ങൾ എപ്പോൾ ഡീവിയേറ്റ് ചെയ്യുന്നു വേറൊരു വിഷയത്തിലേക്ക്, വളരെ ശരിയായൊരു വിഷയമായിരിക്കും. ഒരു നാട്ടിൽ വെള്ളം കിട്ടാത്തൊരു പ്രശ്നമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആക്സിഡൻ്റൊക്കെ പിന്നെയും വ്യൂവർഷിപ്പ് ഉണ്ട്, വെള്ളം കിട്ടാത്ത പ്രശ്നം, മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ സമരം ഒക്കെ നമ്മൾ എടുക്കാൻ തീരുമാനിച്ചാൽ ആ സമയത്ത് നിങ്ങൾ തകരും. അപ്പോൾ അതൊരു വലിയ റിസ്ക്കാണ്. അപ്പം ഇന്നെന്താ വിഷയം? ഇന്ന് രാവിലെ ന്യൂസ് റൂമിൽ വരും PP ദിവ്യ, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കറങ്ങിയത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വിഷയം തന്നെയാണ്. സെൽഫ് ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അൺഫോർച്ചുനേറ്റ്ലി അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കമ്പൽഷൻ. അത് കോമ്പറ്റീഷൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. സർവൈവലാണ് ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ. അതിനകത്ത് റേറ്റിംഗ് മാറ്റേഴ്സ്. റേറ്റിംഗ് ആണ് നിങ്ങളുടെ റവന്യൂ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ചാനലുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ശശികുമാർ സാറ് വളരെ വ്യക്തമായി പറഞ്ഞ കണക്ക് ഇപ്പോൾ ഈ പോപ്പുലറിസത്തിനെയാണോ റെസ്പോൺസിബിൾ ജേർണലിസത്തിനെയാണോ ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് മാധ്യമങ്ങൾ. അല്ല എങ്കിൽ മാധ്യമങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഹലോ സാർ, ഞാൻ മുഹമ്മദ് ഫഹാൻ. ഞാൻ മുക്കം ഫേസ് ക്യാമ്പസിൽ നിന്നാണ് വരുന്നത്. സാർ, ഇപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെറുതായിട്ട് ഒരു ചെറിയ മാധ്യമ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ യങ്സ്റ്റേഴ്സ് 18-19 ഇയേഴ്സ് ഉള്ളവർ. ഇപ്പം ഞങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം, ഇപ്പോൾ നമ്മുടെ സമകാലിക കേരളത്തിൽ പുതിയൊരു മാധ്യമ സ്ഥാപനം കടന്നു വരുമ്പം, അതായത് ഒരു രാഷ്ട്രീയ ചിന്തയുടെയോ ചിന്താഗതിയുടെയോ ആവശ്യമുണ്ടോ? അവരുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം അഥവാ ഇന്നത്തെ കേരളത്തിൽ അങ്ങനെ മാധ്യമ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ നിലപാടുകളാണോ എന്നത്? എൻ്റെ അറിവ് പ്രകാരം അങ്ങനെ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ സ്വഭാവം ആവശ്യമില്ല എന്നുള്ളതാണ്. കൂടുതൽ ചെറുപ്പക്കാർ, എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ, അവർക്ക് ഒരു രാഷ്ട്രീയപരമായ ഒരു എന്താ പറയുക ഒരു പേഴ്സ്പെക്റ്റീവ് അത്ര ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചെറുപ്പക്കാരൊക്കെ താരതമ്യം വെച്ച് നോക്കുമ്പോൾ. അവർക്ക് കൂടുതൽ വേണ്ടത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ടി രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വരും. നമ്മളുടെ ഒരു നിലപാട്, നമ്മൾ ചെയ്യുന്ന രീതി, നമ്മുടെ മെത്തഡോളജി, നമ്മുടെ സ്ത്രീകളോട് നമ്മുടെ പെരുമാറ്റം, കുട്ടികളോട്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നമ്മുടെ വാല്യൂസ്, അതൊക്കെയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് രാഷ്ട്രീയത്തെ നമ്മൾ CPM, കോൺഗ്രസ്, RSP, BSP അല്ലെങ്കിൽ BJP, RSS എന്ന രീതിയിൽ കാണേണ്ട കാര്യമില്ല.
രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ആ പുതിയ തലമുറയിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തേക്കാണ് അവർക്ക് താല്പര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു സർ. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി ശ്രീ ശശികുമാർ സാറിനും ഉണ്ണി ബാലകൃഷ്ണൻ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു.